എന്തുകൊണ്ട് വേണ്ട ഈ ഒരു തീരുമാനത്തിലേക്ക് എന്തുകൊണ്ടാണ് വിദഗ്ധ സമിതി സർവകലാശാലയുടെ വൈസ് ചാൻസലർ തീരുമാനിച്ച സബ്ജക്ട് എക്സ്പേർട്ട് ഇത് എന്തുകൊണ്ട് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയെന്ന് നോക്കാം. റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. വേടന്റെ പാട്ടിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഗാനം മലയാളം വിദ്യാർത്ഥികൾക്ക് അപ്രാപ്യം എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ മൈക്കിൾ ജാക്സന്റെ ഏറ്റവും വിവാദമായ ഗാനമായിരുന്നു ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്നുള്ളത്. അതിൽ ക്യൂ മീ എന്നുള്ളൊരു ഇംഗ്ലീഷ് വാക്കിന് പകരം ജൂ മീ എന്ന് പറയുന്നുണ്ട്. അത് ജൂതന്മാർക്കെതിരായ അധിക്ഷേപ വാക്കാണ്. അവസാനം മൈക്കിൾ ജാക്സൺ ഖേദം പ്രകടിപ്പിക്കുകയും പാട്ടിൽ നിന്ന് ആ ഭാഗം മ്യൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. മൈക്കിൾ ജാക്സന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഏറ്റവും വിവാദമായ ഗാനം കൂടിയായിരുന്നു അത്. 90കളിൽ വലിയ തോതിൽ ഹിറ്റായി, അതിനൊപ്പം തന്നെ വലിയ വിവാദമായി രാഷ്ട്രീയമായ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്ന ഗാനമാണ്. അതിനൊപ്പം തന്നെ ഈ വേടന്റെ പാട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന തീരുമാനത്തിനൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ശുപാർശയാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഗൗരി ലക്ഷ്മിയുടെ പാട്ടും പാഠഭാഗമാക്കേണ്ടതില്ല. അജിതാ ഹരേ എന്ന് തുടങ്ങുന്ന കഥകളി പദം മനോഹരമായി വേറിട്ട ശൈലിയിൽ അവർ അവതരിപ്പിച്ചത്. ആ വീഡിയോ വലിയ തോതിൽ വൈറലായി, അത് ഹിറ്റായി, ആളുകൾ സ്വീകരിച്ചു. അത് ആ ആലാപന ശൈലിയും നേരത്തെയുള്ള ആലാപന ശൈലിയും തമ്മിൽ താരതമ്യപ്പെടുത്തി പഠിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അത് പക്ഷേ സംഗീതം പഠിക്കാത്ത മലയാളം വിദ്യാർത്ഥികൾക്ക് ഇത് കഠിനമായ ഒന്നായി മാറും. പഠിച്ചാലും ശാസ്ത്രീയമായി സംഗീതം പഠിച്ചാലും കഥകളി സംഗീതം വേറിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം തന്നെയാണ്. അപ്പം അതുവരെ സംഗീതവുമായി അല്ലെങ്കിൽ സംഗീതത്തോട് അഭിരുചി ഇല്ലാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് അപ്രാപ്യമാണ്, കഠിനമായിരിക്കും മനസ്സിലാക്കാൻ എന്നുള്ളതാണ് വിദഗ്ധ സമിതി സബ്ജക്ട് എക്സ്പെർട്ട് പറയുന്ന കാര്യം. ഏതായാലും ഐച്ഛിക വിഷയമായി മലയാളം എടുക്കുന്ന കുട്ടികൾ അവർ പഠിക്കേണ്ടത് പഠിച്ചാൽ മതി എന്നൊരു സമീപനമാണ് എം ബഷീറിന്റെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കമായി വരുന്നത്. അവിടെ വേടന്റെ രചന അത് ഏതെങ്കിലും തരത്തിൽ മോശമാണെന്ന അർത്ഥത്തിലോ അല്ലെങ്കിൽ ഗൗരി ലക്ഷ്മിയുടെ പാട്ട് അത് മോശமான അർത്ഥത്തിലോ ആണ് എന്ന് ഈ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ സിലബസിൽ അതിന്റെ ആവശ്യമില്ല എന്നൊരു അക്കാദമിക കാഴ്ചപ്പാടിലാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്.